എംപുരാന്റെ ടീസറിൽ പറയുന്ന കബൂഗ കാർട്ടൽ ഇലുമിനാറ്റിക്കും ഫ്രീമേസൺസിന് മുകളിലാണോ കബൂഗ കാർട്ടൽ? അല്ല, ശരിക്കും ലോകം ഭരിക്കുന്ന കബൂഗ കാർട്ടൽ എന്നൊരു സംഘടനയുണ്ടോ? 100 Days 100 Stories Day 49. എംപുരാന്റെ ടീസറിലെ റെഫറൻസ് കൊണ്ട് ഏറ്റവും കൂടുതൽ പേർ അന്വേഷിച്ച് പോയ ഒരു രഹസ്യ സംഘടനയാണ് കബൂഗ കാർട്ടൽ. എന്നാൽ ഡേറ്റാസ് പരിശോധിച്ചാൽ മനസ്സിലാവുന്നത് ഇലുമിനാറ്റിയൊക്കെ പോലെ കബൂഗ കാർട്ടൽ എന്നൊരു രഹസ്യ സംഘടന ഇല്ല എന്നാണ്. പക്ഷേ ചരിത്രത്തിൽ ചോരക്കറ കൊണ്ട് എഴുതി ചേർക്കപ്പെട്ട പേരാണ് കബൂഗ. 8 ലക്ഷത്തോളം പേരുടെ കൂട്ടക്കുരുതിക്ക് കാരണക്കാരനായ 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ കൊലയാളി, ലോകത്തിലെ ഏറ്റവും വലിയ പിടികിട്ട പുള്ളിയായിരുന്ന ഫെലിസിയൻ കബൂഗ 1994 റുവാണ്ട എന്ന ചെറിയ ആഫ്രിക്കൻ രാജ്യത്ത് 15 വർഷമായി ഏകാധിപത്യ ഭരണം നടത്തിയിരുന്ന പ്രസിഡന്റ് ജുവനിൽ ഹബിയാർമനെതിരെ ജനങ്ങൾ കലാപം തുടങ്ങിയിരുന്നു. പ്രസിഡന്റിനെതിരായ കലാപത്തെ വഴിതിരിച്ചുവിടാൻ തീരുമാനിച്ച അദ്ദേഹത്തിന്റെ ബന്ധുവും സുഹൃത്തും റുവാണ്ടയിലെ ഏറ്റവും വലിയ വ്യവസായിയും കോടീശ്വരനുമായിരുന്ന ഫെലിസിയൻ കബൂഗ ഇതിനെ ഒരു വംശഹത്യയാക്കി മാറ്റാൻ തീരുമാനിച്ചു. കലാപം തുടങ്ങിവെച്ച ന്യൂനപക്ഷങ്ങളായ തുട്സി തുവ വിഭാഗത്തിലെ ജനങ്ങളെ കൊന്നൊടുക്കാൻ ഭൂരിപക്ഷമായ ഹുദു വിഭാഗക്കാരോട് കെബൂഗയ്ക്ക് സ്വന്തമായ റേഡിയോ മിയോയിലൂടെ അയാൾ ആഹ്വാനം ചെയ്തുകൊണ്ടേയിരുന്നു. ഭൂരിപക്ഷമായ ഹുദു വിഭാഗത്തിന് അവർ കോടികൾ ഫണ്ട് ചെയ്തു. ആയുധമെടുത്ത് ഒരു കൊലയെങ്കിലും ചെയ്യാത്ത ഹുദു വിഭാഗത്തിലെ മിതവാദികളെ പോലും അവർ വെറുതെ വിട്ടില്ല. റുവാണ്ടയിൽ ചോരപ്പുഴയൊഴുകി. വെറും 100 ദിവസം കൊണ്ട് സ്ത്രീകളും കുട്ടികളും അടക്കം കൊല്ലപ്പെട്ടത് 8 ലക്ഷത്തിലധികം പേരാണ്. കൊലപാതകങ്ങൾ അത്രയും വെട്ടിയും കുത്തിയും തലതല്ലി പൊളിച്ചു. ഒടുവിൽ അന്താരാഷ്ട്ര ഇടപെടൽ ഉണ്ടായപ്പോൾ ഒളിവിൽ പോയ കബൂഗ 25 വർഷക്കാലം പല രാജ്യങ്ങളായി ഒളിവിൽ കഴിഞ്ഞു. ഒടുവിൽ 2020 ഫ്രാൻസിൽ വെച്ച് അയാളെ പിടികൂടുമ്പോൾ ഇതൊന്നും ഓർക്കാനാവാത്ത വിധം അൾഷൈമേഴ്സ് രോഗിയായി അയാൾ മാറിക്കഴിഞ്ഞിരുന്നു. 8 ലക്ഷത്തിലധികം വരുന്ന ജനങ്ങളുടെ കൂട്ടക്കുരുതിക്ക് കാരണക്കാരനായ സൂത്രധാരനായ വ്യക്തി ഫെലിസിയൻ കബൂഗ. നമ്മൾ പറഞ്ഞ ഫെലിസിയൻ കബൂഗയും കബൂഗ കാർട്ടലും എംപുരാൻ സിനിമയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നറിയാൻ എന്തായാലും റിലീസ് വരെ കാത്തിരുന്നേ പറ്റൂ. കൂടുതൽ വീഡിയോസിന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ.